ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് കണ്ണൻ. നമ്മളൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിന് പല ഘടകങ്ങളും വേണം. അതായത് അതിനൊരു പ്ലെയർ വേണം. ഫോർ എക്സാമ്പിൾ ഈ DVD പ്ലെയർ കാണുന്ന പോലെ ഒരു പ്ലെയർ വേണം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലൂറേ പ്ലെയർ വേണം. പിന്നെ അതിലെ സറൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ വീഡിയോ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു AV റിസീവർ വേണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടി വരുന്നത് ഒരു സ്പീക്കർ പാക്കേജ് വേണം, അതിൻ്റെ സബ് വൂഫർ വേണം, പാക്കേജ് വേണം. പക്ഷേ ഇതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. ഇതെല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് പൈസ ചിലവാകും. പക്ഷേ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ഹോം തിയേറ്റർ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾക്ക് ഇങ്ങനെ ഒരു ഹോം തിയേറ്റർ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ട ഒരു മെയിൻ സംഭവം, അതായത് നമ്മുടെ പ്ലെയർ, AVR എന്നിവയ്ക്കൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളൊരു പഴയ CPU ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു പഴയ CPU ആണിത്. ഈ CPU ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് പ്ലേ ചെയ്യുന്നതും നമ്മുടെ സറൗണ്ട് സൗണ്ട് ഡീകോഡ് ചെയ്യുന്നതും അതിനെ ഔട്ട്പുട്ട് കൊടുക്കുന്നതും. അപ്പോൾ ഒരു AVRനും അതിൻ്റെ നമ്മുടെ പ്ലെയറിനും പകരമായിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നോക്കണം. നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് പഴയ CPU എടുത്താൽ മതി, പഴയൊരു കമ്പ്യൂട്ടറിൻ്റെ CPU എടുത്താൽ മതി. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു CPU നിങ്ങൾക്ക് ഒരു യൂസ്ഡ് കമ്പ്യൂട്ടർ ഷോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് 3,000 റുപ്പീസ് അല്ലെങ്കിൽ 5,000 റുപ്പീസിന് താഴെ, 5,000 ഒന്നും വരില്ല, ഒരു 3,000 അല്ലെങ്കിൽ 2,000 റുപ്പീസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴയ CPU ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വേണ്ട ചില കാര്യങ്ങളുണ്ട്, മിനിമമായിട്ട് വേണ്ട കാര്യങ്ങൾ. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ CPUവിൻ്റെ പിൻവശം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്സ് നമുക്ക് കാണാം. നമുക്ക് ഇതിൻ്റെ പോർട്സിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് HDMI പോർട്ട്. ഈ HDMI പോർട്ടിൽ കൂടെയാണ് നമ്മുടെ HD വീഡിയോ നമ്മൾ ടിവിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ HDMI പോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിന് ഒന്നുമില്ലെങ്കിൽ ഇത് നമ്മളുടെ എന്താ പറയുക, മദർ ബോർഡിൽ തന്നെ പോർട്സാണ്. അതല്ലെങ്കിൽ അതിനൊരു എക്സ്റ്റേണൽ കാർഡ് ഉണ്ടാവും, ആ കാർഡിലും HDMI പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിലില്ലെങ്കിൽ തന്നെ ഇതിലുണ്ടോ എന്ന് നോക്കുക. ഈ HDMI ഈ പോർട്ട് എക്സ്റ്റേണൽ കാർഡിലുണ്ടോ എന്ന് നോക്കുക. ചില TVകൾ VGA പോർട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ VGA പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന TV ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ HDMI പോർട്ടിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ DVI പോർട്ട്. അപ്പോൾ ഈ പോർട്ടുകൾ നിങ്ങളുടെ TV സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്യാം. ഇനി വേണ്ട കാര്യം ഇതിൻ്റെ സറൗണ്ട് സൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ ഈ CPU ആണ് ഇതിൻ്റെ AVR ആയിട്ടും ഇതിൻ്റെ സൗണ്ട് ഇതിൻ്റെ വീഡിയോ പ്ലെയർ ആയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ AVR ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് അനലോഗായിട്ട് 5.1, അതായത് 6 ഇതിലേക്ക് സൗണ്ട് പോകും. ഇതൊരു 7.1 ആണ് ഇതിൽ വരുന്നത്. 5.1 സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് കാർഡ് ആണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യം നടക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ 7.1 വാങ്ങുക, അല്ലെങ്കിൽ 5.1 ഉള്ള മദർ ബോർഡ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ മദർ ബോർഡിൻ്റെ പേര് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ മദർ ബോർഡ് കാണാം. ആ മദർ ബോർഡിനൊരു പേരുണ്ടാവും. ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഫോക്സ്കോൺ N15235 അങ്ങനെ ഒരു കോഡ് ഉണ്ടാവും. അപ്പോൾ ആ കോഡ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 5.1 സപ്പോർട്ട് ചെയ്യുമോ, അത് 7.1 സപ്പോർട്ട് ചെയ്യുമോ എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ CPU. സെലിറോൺ CPUs, പഴയ CPUs ഒക്കെ HD വീഡിയോ ചിലതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇൻ്റൽ ഡ്യുവൽ കോർ പ്രോസസ്സേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ Core i3 മുതലുള്ളവയൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു ആ പർട്ടിക്കുലർ പ്രോസസ്സറിൻ്റെ പേര് നോക്കിയിട്ട് ഇതുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് കിട്ടും. ആ പ്രോസസ്സർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അത് HD വീഡിയോ ഡീകോഡിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ നോക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലാണ്ടെയും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം ചെറിയ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ USB പോർട്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് USB ഡ്രൈവ് കുത്തിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കുത്തിയിട്ടും വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മെയിൻ പ്ലെയറും AVRും ഇതാണ്. ഇതിലാണ് നമ്മൾ ഓഡിയോയും വീഡിയോയും ഡീകോഡ് ചെയ്യുന്നത്. നമ്മുടെ സറൗണ്ട് സൗണ്ടായിട്ടുള്ള ഓഡിയോയും വീഡിയോയും ഡീകോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന
ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മുടെ സ്പീക്കർ പാക്കേജിലേക്ക് കൊടുക്കേണ്ടത്. അപ്പം മിക്കവാറും നിങ്ങൾക്ക് ഒരു പവേർഡ് സ്പീക്കേഴ്സ്, സാധാരണ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ 5.1 സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ 5 എണ്ണം കൊടുക്കാൻ പറ്റിയ സ്പീക്കർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതിൽ നിന്ന് നേരിട്ട് അതിലേക്ക് കൊടുത്താൽ മതി. സബ് വൂഫറും സാറ്റലൈറ്റ് സ്പീക്കറും ഉള്ള അതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സറൗണ്ട് സൗണ്ട് കിട്ടും. അതല്ല എങ്കിൽ ഇതിൽ നിന്ന് നിങ്ങളൊരു 5.1 ആംപ്ലിഫയറിലേക്ക് കൊടുക്കേണ്ടി വരും. 5.1 ആംപ്ലിഫയർ നിങ്ങൾക്ക് ലോക്കൽ ഇലക്ട്രോണിക് ഷോപ്സിലെല്ലാം വാങ്ങാൻ കിട്ടും. ഒരു 2000 റുപ്പീസ് മുതൽ മുകളിലേക്കുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ പവർ വേണ്ടതനുസരിച്ച് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ബോർഡ് കിട്ടും, ആംപ്ലിഫയർ ബോർഡ്. ഫോർ എക്സാമ്പിൾ ഇതൊരു ആംപ്ലിഫയർ ബോർഡാണ്. ഇതുപോലത്തെ ഒരു 5 ബോർഡ് വേണ്ടി വരും നിങ്ങൾക്ക് സാധനം. പിന്നെ ഒരു സബ് വൂഫറിൻ്റെ ബോർഡും വേണ്ടി വരും. അത് വെച്ചിട്ട് അതിന് പവർ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും സറൗണ്ട്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് സ്പീക്കേഴ്സാണ്. സ്പീക്കേഴ്സും നമ്മൾക്ക് ഉണ്ടാക്കിപ്പിക്കുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു ബോസ്റ്റൺ അക്കോസ്റ്റിക്സ് എന്ന കമ്പനിയുടെ സ്പീക്കറാണിത്. വളരെ നല്ലൊരു സറൗണ്ട് സ്പീക്കറാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ റേഞ്ച് സ്പീക്കറാണ്. ഇതിൽ നമുക്ക് അപ്പർ ഫ്രീക്വൻസിയും മിഡ് ഫ്രീക്വൻസിയൊക്കെ വളരെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് സെൻട്രൽ ചാനലിനും സറൗണ്ട് ചാനൽസിനും ഫ്രണ്ട് ചാനൽസിനൊക്കെ വളരെ നല്ല സ്പീക്കറാണ്. അപ്പോൾ ഇതൊരു ബോക്സിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ട സ്പീക്കറായി. ഇപ്പോൾ ബോക്സ് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതിന് അറൗണ്ട് ഒരു 200 റുപ്പീസ് വരും. ഈ സ്പീക്കറിന് 400 റുപ്പീസാണ് ഒരെണ്ണത്തിന്. ഇതുപോലത്തെ 5 എണ്ണം വേണ്ടി വരും. പിന്നെ ഒരു സബ് വൂഫറും വേണ്ടി വരും നിങ്ങൾക്ക്. ഇതിൽ കുറഞ്ഞ സ്പീക്കേഴ്സ് കിട്ടും, 50 രൂപ 100 രൂപയുടെയൊക്കെ സ്പീക്കറുണ്ട്. പക്ഷെ അതുകൊണ്ട് അത്ര എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ 8 ഇഞ്ചിൻ്റെ സ്പീക്കർ 5 എണ്ണം വേണ്ടി വരും. അപ്പോൾ അത് ഇതിലെ സറൗണ്ട് ആംബിന്ന് ഇത് കൊടുക്കുക. ഇതിൻ്റെ സ്പീക്കറിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു സബ് വൂഫറും വേണ്ടി വരും. സബ് വൂഫറിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് സറൗണ്ട് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് വളരെ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സറൗണ്ട് സിസ്റ്റം ലഭിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പണിയാൻ പറ്റും. വളരെ നല്ലൊരു സൗണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും, വളരെ ചെറിയൊരു പൈസ ചിലവാക്കിക്കൊണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹോം തിയേറ്റർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. സോ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ എനിക്ക് കഴിയാവുന്ന മറുപടികളെല്ലാം ഞാൻ തരുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ടെക് കണ്ണൻ ചാനൽ. താങ്ക് യു.